ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും അതുകൂടാതെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. ആദ്യത്തെ സിനിമ ലഡ്കി ഡ്രാഗൺ ഗേൾ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. രാം ഗോപാൽ വർമ്മയുടെ ഒരു ഹിന്ദി 18+ ആക്ഷൻ മൂവിയായിരുന്നു. 2022 റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഇത്. ഇപ്പോൾ സൈറ്റുകളിലൊക്കെ ഈ സിനിമ ലഭ്യമാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ് കണ്ണാടി പറമ്പിലെ കല്യാണ ആലോചന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിൽ 2 ദിവസം മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കണ്ടു നോക്കുക. ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. ഞാൻ കണ്ടിട്ടില്ല. നല്ല അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴി ആഗസ്റ്റ് മാസം 1-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് അമർ മേരാ ദോസ്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നാളെ രാത്രി 12 മണിയോടുകൂടി, അതായത് ജൂലൈ മാസം 19-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സ് വഴി. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. സാരാംശ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഈ ഹോട്ട്സ്പോട്ട് എന്ന തമിഴ് സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. തമിഴ് ഭാഷയിൽ ഇതിനു മുമ്പ് തന്നെ ഈ സിനിമ റിലീസ് ചെയ്തതാണ്. ഓക്കെ, അടുത്തതൊരു തമിഴ് മൂവിയാണ്. ഇരുവിഴി ഒരു പാർവൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ യൂട്യൂബിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പവി കെയർടേക്കർ, നമ്മുടെ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്യുന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ജൂലൈ മാസം 26-ാം തീയതി നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം കമ്മിങ് സൂൺ പോസ്റ്ററായിരുന്നു പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്നും. അടുത്ത ആഴ്ച തന്നെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ മാസം 26-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പവി കെയർടേക്കർ നമുക്ക് അടുത്ത ആഴ്ച ജൂലൈ മാസം 26-ാം തീയതി മനോരമ മാക്സ് വഴി ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും